ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നട്ടി ബബിൾ കേക്കിൻ്റെ ആണ്. ഓവനില്ലാതെ സ്റ്റൗ ടോപ്പിൽ സിമ്പിളായിട്ട് നമുക്ക് നട്ടി ബബിൾ കേക്ക് ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണിത്. എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. ഞാനിവിടെ 1 kg കേക്കിനുള്ള റെസിപ്പിയാണ് പറയുന്നത്. അതായിട്ട് ഒരു ബൗളിലോട്ട് 1/4 കപ്പ് ചൂടുള്ള പാല് ഒഴിച്ചെടുക്കാം. ചൂടുള്ള പാല് തന്നെ വേണം. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. ബൂസ്റ്റ് കട്ടകളില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബൂസ്റ്റ് കട്ടകളില്ലാതെ നന്നായി മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുള്ള പാല് എടുക്കുന്നത്. വേറൊരു ബൗളിലോട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് 2-3 വട്ടമായിട്ടൊന്ന് സീവ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 3 വട്ടമായിട്ട് സീവ് ചെയ്ത് എടുക്കുന്നില്ലെങ്കിൽ 1 വട്ടമായാലും മതി. പക്ഷെ നല്ലപോലെ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വേറെ ഡ്രൈ ആയിട്ടുള്ള ബൗളിലോട്ട് ഒരു മീഡിയം സൈസുള്ള 4 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. വളരെ വലിയ മുട്ടയാണെങ്കിൽ 3 എടുത്താലും മതി. അതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ള് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് പതിഞ്ഞ് വരണം. പതിഞ്ഞ് വരുമ്പോൾ അതിലോട്ട് 3/4 കപ്പ് പൗഡർ ഷുഗർ എടുക്കാം. അത് ഒരു 2-3 വട്ടമായിട്ട് കുറേശ്ശെ എടുത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് ആവുന്ന വരെ ഒന്ന് നല്ലപോലെ ബീറ്റ് ചെയ്യണം. വെള്ള കളറായിട്ട് കിട്ടും. ഹൈ ഫ്ലെയിമിലിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. നല്ലപോലെ ഫ്ലഫി ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടു, ഓവർ ബീറ്റ് ആവാൻ പാടില്ല. അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ളത് 2-3 വട്ടമായിട്ട് കുറേശ്ശെ ഇട്ടൊന്ന് സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ആദ്യം തന്നെ മാറ്റി വെച്ചിട്ടുള്ള പാലിൽ ബൂസ്റ്റ് മിക്സ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. അത് നല്ലപോലെ സ്പാച്ചിൽ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സ്പഞ്ച് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടിന്നിലൊഴിച്ച് ഭാഗത്തിനേക്കാളും മുന്നേ 1/2 ടീസ്പൂൺ വിനെഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്ക്വയർ ആയിട്ടുള്ള ഒരു ട്രേയിലേക്ക് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ബാറ്റർ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സ്റ്റിർ വെച്ച് അതിലത്തെ എയർ ബബിൾസൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം.
ഞാനൊരു സ്റ്റൗ ടോപ്പ് വെക്കുന്നത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവൻ സെറ്റപ്പിലോട്ട് ബേക്കിംഗ് ടിന്നെ ഇറക്കി 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണെങ്കിൽ ഇതുപോലെ തന്നെ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്ത് സോറി അത് ബേക്ക് ചെയ്ത് എടുത്താൽ അത് വീഡിയോ ഒന്ന് മിസ്സായി പോയി. ഇതുപോലെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലോട്ട് 1/2 കപ്പ് ചീരക ഒഴിച്ച് കൊടുക്കുന്ന വെള്ളക്കൂടെ ഇട്ടിരിക്കുന്നത് നല്ലപോലെ വീട്ടിൽ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കൂട്ടുന്ന മിക്സ് ഇട്ടിട്ടുണ്ട്. മുകളിലൊക്കെ ഇടണം. വെച്ചിട്ട് ടയറ് ഇട്ടെടുക്കാം. മുകളിലൊക്കെ ചോദിച്ചൊക്കെ വയ്ക്കുക. അതാവശ്യം ആവണം. മുകളിലൊക്കെ ഇട്ടെങ്കിൽ അതിലേക്ക് തന്നെ ഇടുക. മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഇട്ട് ഇടുക. മുകളിലോട്ട് അടുത്ത ലെയർ ഇടുക. ഇതുപോലെ എല്ലാ ലെയേഴ്സും ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം വെച്ച് ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് 1/2 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. അതിനുശേഷം ബാക്കിയുള്ള സെറ്റിങ്സ് ചെയ്യാം. ഞാൻ വീണ്ടും 1 കപ്പ് വിപ്പിംഗ് ക്രീം കൂടി എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുകൊണ്ട് കേക്കിന് മുകൾ വശം സൈഡ് വശം നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സെറ്റ് ചെയ്യണ വീഡിയോ എടുത്തിരുന്നു, അത് പക്ഷേ മിസ്സായി പോയി. നമ്മുടെ നട്ടി ബബിള് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഫീഡ്ബാക്ക്സ് കമൻസായിട്ട് അറിയിക്കുക. നല്ല വെറൈറ്റി കേക്ക് റെസിപ്പീസിനെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.